സ്കൂളുകളൊക്കെ തന്നെ തുറന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പല മേഖലകളിലായി സംഭവിക്കുന്ന വിദ്യാർത്ഥി സംഘർഷങ്ങൾ, ജൂനിയർ സീനിയർ വ്യത്യാസമില്ലാതെ പരസ്പരം വിദ്യാർത്ഥികൾ തെരുവിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം, അധ്യാപകരും രക്ഷിതാക്കളും വിവിധ മേഖലകളിലുള്ള നാട്ടുകാരും ഇതിനെ തുടർന്ന് വലിയ രീതിയിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇതിനൊരു അറുതി വേണമെന്നൊരാവശ്യം വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇതിൻ്റെ ഒരു ഉറവിടം, അതായത് ഈ സംഘർഷങ്ങൾ എവിടെ നിന്ന് തുടങ്ങുന്നു എന്നതിനെക്കുറിച്ചൊരു പരിശോധന, ഒരു അന്വേഷണം നടന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പുതിയ കാലഘട്ടത്തിൽ ഇൻസ്റ്റഗ്രാം പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിലെ ചില പുതിയ പ്രവണതകൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഈ ഒരു സംഘർഷങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില ഗ്യാങ്ങുകളുടെ പേരിൽ ഉൾപ്പെടെ ആരംഭിക്കുന്ന പേജുകൾ, അതിൽ പരസ്പരം വെല്ലുവിളിക്കുന്നത് വലിയ സംഘർഷങ്ങളായി വഴിമാറുന്ന കാഴ്ച നിരവധി വിദ്യാർത്ഥികൾക്ക്, ചെറിയ മക്കൾക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേൽക്കുന്നുണ്ട് ഈ സംഘർഷങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ ഫോർമർ ചൈൽഡ് ലൈൻ കോർഡിനേറ്റർ, നിലവിൽ സൈക്കോളജിസ്റ്റ് കൂടിയായിട്ടുള്ള അൻവർ കാരക്കാട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. ഈ പുതിയ പ്രവണതകൾ, ഇൻസ്റ്റഗ്രാമിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ രൂപീകരിക്കുന്ന പല ഗ്യാങ്ങുകളുടെ പേരുകൾ, ഈ പേജുകളിലൂടെ പിന്നെ ആരംഭിക്കുന്ന തർക്കം, അത് വലിയ സംഘർഷങ്ങളായി മാറുന്നതാണല്ലോ കാണുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയം കാണുന്നത്? നിരവധി കേസുകൾ വന്നിട്ടുണ്ടാവും. കുട്ടികളുടെ കേസുകൾ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലാണ്, വിർച്വൽ സോഷ്യലൈസേഷനാണ് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ ആങ്കർ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് രക്ഷിതാക്കളുടെയും ടീച്ചേഴ്സിൻ്റെയും പരാതി. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ ഡിവൈസുകളൊന്നും തന്നെ ആരും കൺട്രോൾ ചെയ്യുന്നില്ല. ഇവരുടെ ഉറക്കത്തെ അത് വളരെയധികം ബാധിക്കുന്നു. വളരെ ലേറ്റ് നൈറ്റിൽ അവർ ഉറങ്ങുന്നത് കാരണം ഈ സോഷ്യൽ മീഡിയകളിലും ഗ്രൂപ്പുകളിലും പരസ്പരം വെല്ലുവിളികളും പരസ്പരം ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യലുകളൊക്കെ നടക്കുന്നത് അവരുടെ സോഷ്യലൈസേഷൻ തന്നെ ഈ ഇതിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവർ ഉറങ്ങുന്നത് പലപ്പോഴും 2 മണി 3 മണി 4 മണി അത്രയും സമയം അവർ ഉറങ്ങാതിരിക്കുകയാണ്. അപ്പം പിന്നീട് രാവിലെ സ്കൂൾ പോകുന്നതുകൊണ്ട് തന്നെ അവർ നേരത്തെ എണീക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഉറക്കം കുറയുന്നതുകൊണ്ട് തന്നെ അവരുടെ ഇമോഷണലി അവർക്കത് അഗ്രഷൻ കൂട്ടുന്നു എന്നുള്ളത്. നമുക്ക് തന്നെ ഉറക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അഗ്രഷൻ കൂടുന്നുള്ളത്. ഇങ്ങനെയുള്ള കുട്ടികളോ ഈ സമയത്ത് കളിക്കുന്നതും അഗ്രസീവായിട്ടുള്ള ഗെയിമുകളാണ്. പരസ്പരം ഇവർ ഫ്രണ്ടായിട്ടും അതല്ലെങ്കിൽ പുറത്തുള്ള ആളുകളൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതും ഇത്തരം അഗ്രസീവായിട്ടുള്ള ഗെയിമുകളാണ്. ഇത് ഇവർ പരസ്പരം വെല്ലുവിളിക്കാൻ ഉപയോഗിക്കുന്നതും ഗ്രൂപ്പുകളിലൂടെ ചാറ്റ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഈ സമയങ്ങളിലാണ്. അത് അവരുടെ ഉറക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് അഗ്രഷൻ കൂട്ടുന്നു. ഈ അഗ്രഷൻ അവർ വലിയ വലിയ വഴക്കുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ചില മാഫിയ ഗാങ്ങുകളുടെ പേരുകളാണ് ഈ മക്കൾ ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജുകൾക്ക് നൽകുന്നത്. പിന്നീട് ഈ പേജുകൾ തമ്മിലാണ് വെല്ലുവിളിക്കുന്നത്. അതായത് ഒരുപക്ഷെ സീനിയർ വിദ്യാർത്ഥികൾ ഒരു പേജ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ജൂനിയർ വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്ന പേജിൽ അവർ പോസ്റ്റ് ചെയ്യുന്ന റീലിന് ഇവർ മറുപടിയുമായിട്ടൊരു കമൻറ്റ് ചെയ്യുന്നു, നിങ്ങളെ സ്കൂളിൽ വെച്ച് കാണാമെന്ന് പറയുന്നു. അത് പിന്നീട് സംഘർഷമൊക്കെ തന്നെ മാറുന്ന കാഴ്ച. പല സ്കൂളുകളെയും അടിപിടി നമ്മൾ നോക്കിയപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് തുടക്കം മനസ്സിലാകുന്നത്. അതെ, തീർച്ചയായിട്ടും പ്രൊവോക്കേഷൻ മുഴുവൻ തുടങ്ങുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയും പേജിലൂടെയും കമൻറ്റുകളുടെയും. പണ്ടുണ്ടായിരുന്ന പോലെ ഈ റാഗിങ് പരിപാടികൾ പലപ്പോഴും തുടങ്ങുന്നത് ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജുകളിലൂടെ. റാഗിങ്ങിന്റെ പുതിയ പ്രവണതയ്ക്ക് ഇൻസ്റ്റഗ്രാമിലെ പേജുകൾ കാരണമാകുന്നുണ്ട്. തീർച്ചയായും റാഗിങ്ങിൻ്റെ ഒരു പുതിയ രൂപം തന്നെയാണത്. അത് നിയന്ത്രിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പം കുട്ടികളുടെ സ്ക്രീൻ ടൈം നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് പല പാരൻസും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ പല സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവരുടെ പേരിൽ തുടങ്ങുന്ന ഇത്തരം ഗ്യാങ് പേജുകൾ അത് വിലക്കുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ വീണ്ടും മറ്റു പേജുകൾ തുടങ്ങുന്നുണ്ട്. അതെ, ഇത്രയും പെട്ടെന്ന് അവർ പുതിയ പേജുകൾ തുടങ്ങുന്നു, പുതിയ പ്രൊഫൈലുകൾ തുടങ്ങുന്നു. അത് എത്രയും പെട്ടെന്ന് അതിൽ ആളുകളെ എത്തിക്കാനുള്ള കാര്യങ്ങളും അവർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഫുൾ ടൈം അവർ അതിനു വേണ്ടി പണിയെടുക്കുന്നു എന്നുള്ളതാണ്. അതല്ലാതെ വേറൊരു ആക്ടിവിറ്റി അവർക്കില്ല. കായികമായിട്ടുള്ള ഗെയിമുകളോ അതല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ അവർക്കില്ല. അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ്. ക്രിയേറ്റീവായിട്ട് എഡിറ്റ് ചെയ്യുന്ന മക്കളൊക്കെ നല്ല റീലുകളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിലേറ്റവും പേടിപ്പിക്കുന്നത് ഈ കുട്ടികൾ തമ്മിലടിക്കുന്നത്. ചില കുട്ടികൾ, അവർക്കിടയിൽ നിന്നുള്ള കുട്ടികൾ അത് ചിത്രീകരിക്കുന്നു, വിത്ത് മ്യൂസിക്കോട് കൂടി റീലാക്കി അത് പോസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ റീച്ച് നോക്കി വീണ്ടും കച്ചറ. അതെ, അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും വീണ്ടും അത് കച്ചറയായിട്ട് വരുന്നത്. കുട്ടികളുടെ ഒരു ക്രിയേറ്റിവിറ്റി തന്നെയാണ് അത് അവിടെ വർക്ക് ചെയ്യുന്നത്. അവർ അടി നടക്കുന്നു, അത് ഇവർ പോയിട്ട് വീഡിയോസ് എടുക്കുന്നു, ആ വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നു, അതിന് കമൻറ്റുകൾ വരുന്നു, ആ കമൻറ്റിൻ്റെ പേരിൽ വീണ്ടും ആ കച്ചറ വീണ്ടും തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനൊരു പ്രതിവിധി എന്താണ്? താങ്കൾ എന്താ കാണുന്നത്? ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് എന്താണ് പ്രതിവിധി? നമ്മുടെ പുതിയ കുട്ടികൾക്ക് സൺ എക്സ്പോഷർ വളരെ കുറവാണ്. അവർക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കുറവാണ്. അതിൻ്റെ കാരണം വൈറ്റമിൻ ഡി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പ്ലസ് കായികമായിട്ടുള്ള ആക്ടിവിറ്റികൾ അവർക്ക് വളരെ കുറവാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ, സൺ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല മെൻ്റൽ ഹെൽത്ത് ഉണ്ടാവുള്ളൂ കുട്ടികൾക്ക്. നമ്മുടെ കുട്ടികളുടെ ഫുഡ് ഹാബിറ്റ് നമുക്കറിയാം.
ഇപ്പോൾ അത്രയും അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റാണ്, പാക്കഡ് ടിന്നഡ് ഫുഡാണ് സ്കൂളിലേക്ക് കൊടുത്തയക്കുന്നത് വരെ അത്തരത്തിലുള്ള ഫുഡുകളാണ്. അപ്പോൾ ഈ ഒരു മെൻ്റൽ ഹെൽത്ത് ഇല്ലാത്ത ഒരു തലമുറയാണ് നമുക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ മെൻ്റൽ ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. ഏറ്റവും ആദ്യം എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ നിന്ന് തന്നെ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ് കൊടുക്കണമെന്ന് ഞാൻ പറയും. ഒന്ന്. രണ്ടാമത് കായികമായിട്ടുള്ള ആക്ടിവിറ്റികൾ, ഗ്രൗണ്ടുകളിൽ വെയിൽ അടക്കം കൊണ്ടിട്ട് അവർ കളിക്കട്ടെ. ഏത് നട്ടുച്ചയാണെങ്കിലും പ്രശ്നമില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. അത്രത്തോളം ഡെഫിഷ്യൻ്റ് ആണ് ഇപ്പോൾ വരുന്ന കുട്ടികളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നത്. അതോടൊപ്പം തന്നെ അവർ ഇമോഷണലി വൾണറബിൾ ആണ്, മെൻ്റൽ ഹെൽത്ത് വളരെ കുറവാണ്, ഭയങ്കര അഗ്രഷനുള്ള കുട്ടികളാണ്. കുട്ടികളെ അടിക്കുന്ന വീഡിയോ പേടിപ്പിക്കുന്നതാ. കാരണം തലയടിച്ച് പൊട്ടിക്കുന്നു, കാലുകൊണ്ട് ചവിട്ടുന്നു, സിനിമയിലൊക്കെ കാണുന്ന പോലെ. അതായത് നെഗറ്റീവായിട്ട് കുട്ടികൾ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. അതെ അതെ, അവർ കളിക്കുന്ന ഗെയിമുകൾ അങ്ങനെയാണ്. നമ്മൾ അവർ കളിക്കുന്നതൊന്ന് മറിഞ്ഞു നിന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അവർ ഹെഡ്സെറ്റ് വെച്ചിട്ട് അവർ ഓപ്പോസിറ്റുള്ള ആളോട് പറയുന്നത് അടിക്കടാ, ഇടിക്കടാ, വെടിവെക്കടാ, കൊല്ലടാ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പല രക്ഷിതാക്കളും കംപ്ലൈൻ്റ് ആയിട്ട് വന്ന് പറയുന്നത് അതാണ്. അവൻ നിരന്തരം കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം അതാണ്. അത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അത് അവർ വീണ്ടും എങ്ങനെയെങ്കിലും അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും കളി തുടങ്ങുന്നു, അല്ലെങ്കിൽ കിട്ടിയ ഡിവൈസ് എടുത്തിട്ട് അത് കളി തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലേക്കാണ് അവർ അട്രാക്ട് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ. അപ്പോൾ എന്താണോ കുട്ടികൾ കാണുന്നത് അതിനനുസരിച്ചിരിക്കും അവരുടെ എക്സ്പോഷർ. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. വിദ്യാർത്ഥികൾ കായികപരമായിട്ടുള്ള പലതരത്തിലുള്ള മത്സരങ്ങൾ, ഫുട്ബോൾ, ക്രിക്കറ്റ് പോലെയുള്ള മത്സരങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ പറഞ്ഞയക്കണം. ഈ മൊബൈൽ ഫോൺ പോലെയുള്ള വിർച്വൽ ലോകത്ത് മാത്രം അവർ തളച്ചിടരുത്. അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കും. അതാണ് ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികളിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് സൈക്കോളജിസ്റ്റ് കൂടിയായിട്ടുള്ള അൻവർ നമ്മളോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നജീബിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ മലപ്പുറം.